ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ഭർത്താക്കന്മാരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഭാര്യ ഒരുപാട് മാറിപ്പോയി, അതെന്താ റീസൺ എന്നുള്ളത് അറിയില്ല, പക്ഷെ ആൾ മാറിയതുപോലെ തോന്നുന്നുണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ മാറി എന്ന് തോന്നുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവരുടെയും സെയിം റീസൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള ഏറ്റവും നല്ല വഴി, മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത് തുറന്ന സംസാരം തന്നെയാണ്. പക്ഷെ അങ്ങനെ തുറന്ന് സംസാരിക്കാതെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ അത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണ അങ്ങനെ നിങ്ങളുടെ ഭാര്യ മാറി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ മാറ്റത്തിന് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞാൽ ഒരുപാട് ഭർത്താക്കന്മാരുടെ ഒരു കംപ്ലൈൻറ്റും ഒരു സംശയമൊക്കെയാണ്, എന്താണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലാണ് നിങ്ങളുടെ സന്തോഷവും ഇരിക്കുന്നത്. സോ നിങ്ങളുടെ ഭാര്യ ഹാപ്പി ആയാലാണ് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും സന്തോഷമായിരിക്കുക. നിങ്ങൾക്കൊരു സ്വർഗം എന്നുള്ളൊരു ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഭാര്യ സന്തോഷമായിരുന്നേ പറ്റൂ. അപ്പൊ നമുക്ക് നോക്കാം, അങ്ങനെ ഭാര്യ മാറി എന്ന് തോന്നുന്നതിന്റെ അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്ക് ഒരു മാറ്റം തോന്നുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു റീസൺ മേ ബി അവർ തളർന്നിരിക്കാം, ഇമോഷണലി ഡൗൺ ആയിരിക്കാം എന്നുള്ളതാണ്. അതായത് വീട്ടുജോലികൾ, കുട്ടികൾ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ജോലികൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് തിരക്കാണ്, ഫുള്ളും അവർ തിരക്കിലാണ്, ജോലിയിലാണ്. റെസ്റ്റ് എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇമോഷണലി ആൾ ഡൗൺ ആയിരിക്കും. ആൾക്ക് ഫിസിക്കലി ആൾ ഡൗൺ ആയിരിക്കും, കാരണം അത്രയും ജോലികളും പ്രാരാബ്ധങ്ങളൊക്കെ ആവുമ്പോൾ ആൾ കുറച്ചൊന്ന് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവുമ്പോൾ ഇമോഷണലിയും ആൾ കുറച്ച് ഡൗൺ ആയിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ ഡൗൺ ആയിരിക്കുന്ന ഒരാൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളോട് സംസാരിക്കണം എന്നില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക, ഇതിന് അവർക്ക് കഴിയണം എന്നില്ല. അപ്പോൾ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, അവരുടേതായിട്ടുള്ള പ്രാരാബ്ധങ്ങൾ കൊണ്ട് മേ ബി അവർക്ക് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അപ്പൊ നിങ്ങളാണ് ആലോചിക്കേണ്ടത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ക്ഷീണിതയാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ ജോലികളും നിങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ആളുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നല് അവർക്ക് ഒന്ന് നൽകാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ കുറേയൊക്കെ അവർക്ക് ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, കേൾക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ, അവരെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഭാര്യമാരെങ്ങനെയാണെന്നുള്ളത് അറിയോ, അവർക്ക് ചിലപ്പോൾ വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ കുറേ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു പെൺകുട്ടി എന്നതിൽ നിന്ന് ഒരു ഭാര്യ എന്ന രീതിയിലേക്ക് മാറുന്ന സമയത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. പിന്നെ അവരൊരു അമ്മയായി മാറുന്നു. അപ്പൊ ആൾക്കെന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ നോക്കാനുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ചിലപ്പോൾ സ്വന്തമായൊരു നിലനിൽപ്പ് പോലും ഉണ്ടാവില്ല, ഒരു ജോബോ ഒന്നും ഇല്ലാത്ത സ്ത്രീകൾ പോലും ഉണ്ട്. അപ്പൊ അവർക്കെന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട് അവരുടെ മനസ്സിൽ. ചിലപ്പോൾ അത് ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല, പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഭർത്താവ് അവരെ കേൾക്കണം, അവരെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളായിരിക്കാം, അപ്പൊ നിങ്ങളുടെ ഭാര്യ വീട്ടിലിരിക്കുന്ന ആളാവാം. നിങ്ങൾ വിചാരിക്കേണ്ടാവും, ജോലിക്ക് പോയി തളർന്നു വരുന്ന എന്നേക്കാൾ ക്ഷീണമുണ്ടോ അവൾക്ക് എന്നുള്ളത്. ഉണ്ടാവാം. നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരൊറ്റ സെയിം ജോബ് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷെ നിങ്ങളുടെ ഭാര്യ അങ്ങനെ ആവില്ല. വീട്ടിലുള്ള സകലമായ ജോലികളും ചെയ്യുന്നുണ്ടാവും. ഒരേ ജോലിയല്ല, വെവ്വേറെ ജോലികൾ ചെയ്യുന്നുണ്ടാവും, വെവ്വേറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാര്യമാര് ഭർത്താവ് വരുന്ന സമയത്ത് ഒന്ന് സംസാരിക്കണം, അവരുടെ ഉള്ളിലുള്ള ടെൻഷനോ ആഹ്ലതകളോ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. വേറെ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് പറയാനായിട്ട്. അപ്പൊ അവര് ഒന്ന് കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങളോട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സമയം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് തിരക്കുണ്ടാവും, അത്രയും തിരക്കുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ, പക്ഷെ എന്നാലും കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കുക, അതിലേ കാര്യമുള്ളൂ. അല്ലാതെ പിന്നെ അവർ മാറി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അവർ കേൾക്കപ്പെടുന്നില്ല, അതായത് അവരെ നിങ്ങൾ കേൾക്കുന്നില്ല, വിലമതിക്കപ്പെടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകും. മൂന്നാമത്തെ ഒരു കാര്യം, അപ്രിസിയേഷന്റെ കുറവ് തന്നെയാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല, താൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്ന നിരാശ തന്നെയാണ്.
ഇപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കുറേ കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. ജോലിക്ക് പോകുന്ന ഭാര്യമാരുണ്ട്, പോവാത്ത ഭാര്യമാരുണ്ട്. ആരാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ തന്നെ, ഇനിയിപ്പോൾ അല്ലാത്തവരും, നിങ്ങൾ ജോബിന് പോകുമ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കി തരിക, നിങ്ങൾക്ക് വേണ്ടതൊക്കെ റെഡിയാക്കി തരിക, ഇതൊക്കെ ചെയ്യണ്ടാവും. ഇപ്പോൾ സൺഡേ നിങ്ങൾക്ക് ലീവുള്ള ദിവസമായിരിക്കും, ആളും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം എന്ന് വിചാരിക്കണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ പുരുഷന്മാർക്ക്, ഭർത്താക്കന്മാർക്ക് സൺഡേ എന്ന് പറയുന്നത് ഹോളിഡേ ആണ്. സ്ത്രീകൾക്ക് അങ്ങനെയാണോ? സൺഡേ വർക്കിംഗ് ഡേ ആണ്. അവർക്ക് അന്നും ഉണ്ട് ജോലികൾ ചെയ്യാനായിട്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അവര് ആഗ്രഹിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഉണ്ടാക്കി തരുന്ന ഫുഡ് അത് നന്നായിട്ടുണ്ട് എന്നൊരു വാക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്തു തരികയാണെങ്കിൽ കൊള്ളാം എന്നൊരു വാക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കണ്ടാവില്ല, കാരണം കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇത് അവളുടെ ഉത്തരവാദിത്വമാണ്, പിന്നെ ഞാൻ അങ്ങനെ വല്ലാണ്ട് നോക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. പക്ഷേ കൊള്ളാമെന്നോ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു ഫീൽ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ. സോ അപ്രിസിയേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നിരാശ ഉണ്ടാവും. അവർ മാറും, എന്തായാലും മാറിയെന്നൊരു തോന്നൽ നിങ്ങൾക്കും വരും. നാലാമത്തെ ഒരു കാര്യം, പരിഹരിക്കപ്പെടാത്ത കുറെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും. അവരത് മറന്നുപോയി എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ ആ ഒരു മുറിവ് ഇപ്പോഴും ഉണങ്ങാണ്ട് എവിടേക്കോ ഉണ്ടാവും എന്നുള്ളതാ എൻ്റെ വേദന ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റ് അവരോട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. നിങ്ങളത് സംസാരിച്ച് സോൾവ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, പക്ഷെ ആൾക്ക് ചിലപ്പം ഓക്കെ ആയിട്ടുണ്ടാവില്ല. നിങ്ങളവരെ കൺവിൻസ് ചെയ്തത് പോരായിരിക്കാം. അവർക്ക് കൃത്യമായി അവർ ആഗ്രഹിക്കുന്ന ഒരു മറുപടി കിട്ടിയിട്ടുണ്ടാവില്ല. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുമ്പേ പ്രശ്നം നടന്നിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ, അതൊക്കെ ആളുടെ ഉള്ളിൽ ഒരു വിഷമമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പുരുഷന്മാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ട് കളയുന്ന ആളുകളാണ്. അത് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട എന്ന് വിചാരിക്കുന്നവരാ. സ്ത്രീകൾ അങ്ങനെയല്ല, വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തേ പറ്റൂ. പൊതുവേ സ്ത്രീകൾ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾ പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് വരുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഭാര്യ എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് അവർ ഭാര്യ ആവുന്നു, പിന്നീട് അവരെ അമ്മയായി മാറുന്നുണ്ട്. അപ്പൊ ഇവർക്ക് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ആ വീട്ടിലുള്ള സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ അവിടുത്തെ വീട്ടു ജോലി, പിന്നെ കുട്ടികൾ, അപ്പോൾ പ്രഗ്നൻസി ടൈം, ഡെലിവറി, ആഫ്റ്റർ ഡെലിവറി, അപ്പോൾ ഇവിടെയൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഹോർമോണൽ ഇംബാലൻസ് വരുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, നമുക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി അവർക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാവും. പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഡെലിവറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരെ സ്ത്രീകൾ പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഓരോ ഘട്ടം കഴിയുമ്പോഴും അവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. അത് നിങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും അവർക്ക് ഒരുപോലെയാണ്. അവർക്കും ഉണ്ടാവാറുണ്ട്, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്, അതുപോലെ മൂഡ് സ്വിങ്സ് വരാറുണ്ട്, ഒക്കെയാണ്. പക്ഷെ സ്ത്രീകളുടെ ഓരോ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ അവർക്ക് ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നതും കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അത് നിങ്ങൾ ഭർത്താക്കന്മാരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ വേറെ കാരണങ്ങളുണ്ട്. റൊമാൻസ് കുറഞ്ഞു പോയതായിരിക്കാം, അതേപോലെ തന്നെ ആശയവിനിമയത്തിന്റെ കുറവ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവും. ഇങ്ങനെയും കുറച്ച് കാരണങ്ങൾ ഇതിന്റെ പുറകിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാര്യ മാറി എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യ വേണമെന്ന് വെച്ച് മാറിയതല്ല, സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ബന്ധത്തിന്റെ രീതി കൊണ്ടോ ആൾക്ക് മാറ്റങ്ങൾ വന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക. എന്താണ് ആൾക്ക് പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ ആളിപ്പോൾ ശരിക്കും അനുഭവിക്കുന്നത് എന്താണ്, ആൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് തന്നെ പകുതിയോളം പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ട, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ അവരുടെ കൂട്ടിൽ സംസാരിക്കുക എന്നുള്ളതായിരിക്കും. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്, അപ്പോഴേ നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാര്യ മാറി എന്ന് പറയുന്ന
ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടാവാം, അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അവരെ മനസ്സിലാക്കേണ്ടതും പിന്നീട് അവരോട് സംസാരിക്കേണ്ടതും എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതേപോലെ ആഫ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ വേണമെന്ന് തോന്നുന്നവർ, അതേപോലെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം, ആളെന്നെ കുറച്ചുകൂടി സ്നേഹിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്